മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ പുനരുക്കും പൂക്കാലം, അദ്ധ്യായം 9. ഒരു ഗ്ലാസ്സിൽ ചായയുമായി അനിത വന്നു. അവിടെ കിടന്ന കട്ടിലിൽ സുധാകരൻ എഴുന്നേറ്റിരിപ്പുണ്ട്. നീ രാവിലെ അവളെ വിളിച്ചോ? ചായ വാങ്ങുമ്പോൾ പതർച്ചയോടെ അയാൾ ചോദിച്ചു. ഞാൻ വിളിച്ചൊന്നുമില്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, അനിത നിസ്സാരമായി പ്രതികരിച്ചു. വലിയൊരു ചതിയാ നമ്മൾ അവളോട് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയുന്നത്? അവൾ സ്നേഹിച്ചവൻ്റെ കൂടെ അവളെ കെട്ടിച്ചു വിട്ടു. ഇനിയുള്ളതെല്ലാം അവർ തമ്മിൽ. പിന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് ഉദയൻ ഒരിക്കലും അവളോട് പറയില്ല. ഉദയൻ വാക്കു തന്നതല്ലേ. മിണ്ടാതിരുന്നു സുധാകരൻ ചായ കുടിച്ചു. അവൾ പ്രസവിക്കുന്നത് ആ മുതലാളിയുടെ കൊച്ചാണെന്ന് നമ്മൾ ഭാവിക്കാതിരുന്നാൽ മതി. പ്രസവം കഴിഞ്ഞ് കൊച്ചു മരിച്ചു പോയെന്നാവും ഉദയനും അവളോട് പറയുക. നമ്മൾ അതുമങ്ങ് വിശ്വസിക്കുക. അനിത ചിരിച്ചു. അവൾ വഴങ്ങിയില്ലെങ്കിലോ? അച്ഛന് അങ്ങനൊരു പേടിയേ വേണ്ട. അവളെ വഴിക്ക് കൊണ്ടുവരാനൊക്കെ ഉദയന് നല്ലതുപോലെ അറിയാം. കൊട്ടാരം പോലൊരു ബംഗ്ലാവിലാ താമസം. കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ വന്നിരുന്ന് അവൾ എന്തു ചെയ്യാനാ? 10 മാസം ഒരു ത്യാഗം ചെയ്താൽ മതി. അവൾക്കിതിനൊരു മനസ്സുണ്ടാവാൻ പ്രാർത്ഥിക്കാം. എങ്കിലും മനസ്സിന്ന് ആ കുറ്റബോധം ഒഴിഞ്ഞു പോവില്ല. ആരും എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നു. അച്ഛൻ നെടുവേർപ്പിട്ടു. അച്ഛാ, ഇതുകൊണ്ടൊന്നും അവളുടെ മാനം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ട്രീറ്റ്മെൻറ്റ് എങ്ങാനും സതീശൻ ചേട്ടൻ പറഞ്ഞതല്ലേ. പ്രസവിച്ചു കൊടുത്താലും ആ കൊച്ചിൻ്റെ പെറ്റമ്മ അവളാ. ആ മുതലാളിയുടെ കൈയച്ചുള്ള സഹായം എന്നും ഉണ്ടാവും. അപ്പുനെ അവർ ഗൾഫിൽ കൊണ്ടുപോകും. ഇതൊരു മഹാഭാഗ്യമായിട്ടല്ലേ കാണേണ്ടത്. അവളോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് മതിയെന്ന് ഉദയനോട് സതീശൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സതീശൻ ഗേറ്റ് തള്ളി തുറന്നു വരുന്നത് കണ്ട് അനിത അങ്ങോട്ട് ചെന്നു. വണ്ടിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോയ ആളെന്താ ഇപ്പോൾ അതുപോലെ വരുന്നത്? സതീശൻ വരാന്തയിലേക്ക് കയറി. ദേഷ്യം കൊണ്ട് അടിമുടി കത്തിപ്പടർന്ന മട്ടിലായിരുന്നു അയാൾ. അവള് താലി പൊട്ടിച്ചെറിഞ്ഞ് നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടെന്ന് സതീശൻ ഉറക്കെ പറഞ്ഞു. എന്താ സതീശ? സുധാകരൻ്റെ ഒച്ച വിറച്ചു. അനിത ഞെട്ടലോടെ അയാളെ നോക്കി. ഉദയൻ എന്നെ വിളിച്ചു. ഇന്നലെ രാത്രി കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു. രാവിലെ ഉദയൻ പുറത്തുപോയ തക്കം നോക്കി അവൾ ഇറങ്ങിപ്പോയി. എൻ്റെ ദൈവമേ! സുധാകരനിൽ നിന്ന് അവ്യക്തമായൊരു നിലവിളി ഉണ്ടായി. അവൾ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത്? അനിത വേവലാതിയോടെ ചോദിച്ചു. ആർക്കറിയാം, ഇങ്ങോട്ടാണോ അതോ വല്ല കൊക്കയിലും ചാടി ചാവാനാണോ എന്ന്. കുളി കഴിഞ്ഞ് തല തുവർത്തി വീടിൻ്റെ പിൻഭാഗത്തെത്തിയ അപ്പു അത് കേട്ട് തരിച്ചു നിന്നു. രൂപ 20 ലക്ഷത്തിൻ്റെ കടബാധ്യത വരുത്തി വെച്ച അവൾ വരുന്നത്. ഞാൻ കൈപ്പറ്റിയ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുമെന്ന് ആരും കരുതണ്ട. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയ കൊച്ചിനെ എടുത്ത് നീ അപ്പു ഇറങ്ങിക്കൊള്ളണം. 20 ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കാനും ആ മുതലാളിക്കറിയാം. അയാൾ വന്ന് കൊണ്ടുപോകും അവളെ. അപ്പു മുറ്റത്തേക്ക് കുതിച്ചു. അവൻ്റെ വരവ് കണ്ട് അനിത അന്താളിച്ചു. അവൻ വരാന്തയിൽ ചാടിക്കയറി. പറ, നിങ്ങളൊക്കെ ചേർന്ന് എന്ത് ചതിയാ എൻ്റെ കൊച്ചേച്ചിയോട് ചെയ്തത്? സതീഷിന് മുന്നിൽ വന്ന് നിന്ന് അവൻ വിറച്ചു. നീ പോടാ ചക്ക, സതീശൻ ആട്ടിക്കളഞ്ഞു. അവൾ എന്തിനോ ഉദയനോട് വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്രേ. അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ വയ്യാത്തതിന് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ കുറ്റക്കാരനാവുക? അനിത മുഖം തിരിച്ചു. നിങ്ങളെല്ലാം കൂടി കൊച്ചേച്ചിയെ ആ മുതലാളിക്ക് വിറ്റതാ. അതിന് ഇടനില നിന്നത് ഇയാളാ. 10 ലക്ഷമാ നിങ്ങൾ മേടിച്ചത്. അച്ഛനും അതിന് കൂട്ടുനിന്നു. സുധാകരൻ്റെ നെഞ്ചു പൊട്ടിപ്പൊളിഞ്ഞു. എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. വളയം പിടിച്ച് തഴമിച്ച കയ്യ. ഒന്ന് തന്നാൽ നീ തീർന്നു പോവും. പോടാ. സതീശൻ കൈയൊങ്ങി. അപ്പു അയാളുടെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു. നിന്നെ ഞാൻ ബാക്കി വച്ചേക്കില്ലടാ. വിടടാ. അനിത ഇടയ്ക്ക് നിന്നു. അവനെ അടിക്കാൻ ഒങ്ങിയ സതീശൻ്റെ കയ്യിൽ അവൾ പിടിച്ചു. തല്ലി മേടിക്കാതെ പോടാ. സതീശൻ അവനെ മുറ്റത്തേക്ക് പിടിച്ചു തള്ളി. ബാലൻസ് തെറ്റി അപ്പു താഴെ വീണു. അവളെ കെട്ടിക്കൊണ്ട് പോയത് അവൾ പ്രേമിച്ച ആളിൻ്റെ കൂടെയാ. അതിൻ്റെ നേരെ വന്നാലുണ്ടല്ലോ, ചവിട്ടി കാലൊടിച്ച് ഒരു മൂലക്കിടും. അനിതയുടെ പിടിയിൽ കുതറി വിരൽ ചൂണ്ടി സതീശൻ അലറി. എണീച്ചു പോടാ, അനിത വിളിച്ചു പറഞ്ഞു. അപ്പു പക കൊണ്ട് ജ്വലിക്കുന്ന മുഖവുമായി കൈകുത്തി എഴുന്നേറ്റു. അവളെ ആർക്കും വിൽക്കാനൊന്നുമല്ല ഉദയൻ കെട്ടിക്കൊണ്ടുപോയത്. അതിന് ഞാനും അച്ഛനും കൂട്ടു നിൽക്കുമെന്ന് നീ കരുതുന്നുണ്ടോടാ? ഈ കുടുംബവും ഉദയൻ്റെയും കുടുംബവും രക്ഷപ്പെടാൻ ഒരു സഹായം മാത്രമേ അവൾ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് അവളുടെ ചാരിത്രം നശിച്ചു പോകാനും പോകുന്നില്ല.
അനിത പരിസരം മറന്ന് വിളിച്ചു കൂവി. അപ്പു അവിടെ നിന്ന് കിതച്ചു. നീ ചെന്ന് വിളിച്ചു ചോദിക്കടാ, അവൾ പറയും. എന്നിട്ടത് വലിയ കാര്യമാണോന്ന് ആലോചിക്ക്. വിരടി എന്നെ അറിയിച്ചു കൊടുക്കാം ഞാനവനെ, സതീശൻ മുന്നോട്ടാഞ്ഞു. നിനക്ക് കൂടി അന്തസ്സായി ജീവിക്കാൻ ഒരു വഴി തുറന്നു തന്നതിന് നീ എൻ്റെ ദേഹത്ത് കൈവയ്ക്കും അല്ലടാ, അയാൾ ആക്രോശിച്ചു. അപ്പു അവിടെ നിന്ന് ചായ്പ മുറിയിലേക്ക് ഓടി. പുസ്തകത്തിൻ്റെ പുറത്തിരുന്ന സെൽഫോൺ എടുത്ത് അവൾ അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഒരു പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും അവൻ വിളിച്ചതൊക്കെ നിഷ്ഫലമായി. ഫോൺ വെച്ചിട്ട് അവൻ കട്ടിലിൽ ചെന്നിരുന്ന് മുഖം പൊത്തിക്കരഞ്ഞു. ലാലിച്ചൻ ഇംഗ്ലീഷ് പത്രമെടുത്ത് സെറ്റിയിൽ വന്നിരുന്നു. കിച്ചണിൽ നിന്ന് തിരക്കിട്ട് സെലിന പുറത്തു വന്നു. ഇച്ചായ, കുട്ടികൾ ഉണർന്നിട്ടില്ല. ചായ ഫ്ലാസ്കിലുണ്ട്. ഇച്ചായനെടുത്ത് കുടിക്കണം. അയാൾ പത്രത്തിൽ നിന്ന് നോട്ടമെടുത്ത് സെലീനയുടെ നേരെ തിരിഞ്ഞു. ഇത്ര നേരത്തെ പോകണോ? പോകണം. ഇച്ചായൻ മോനിച്ചനോട് ഇങ്ങോട്ട് വരാൻ പറ. ഡ്രസ് ചെയ്യാനായി സെലീന റൂമിലേക്ക് പോയി. ലാലിച്ചൻ സെല്ലെടുത്തപ്പോൾ പുറത്തൊരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. അയാൾ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഉദയൻ കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടു. അയാൾ വാതിൽ തുറന്ന് സിറ്റൗട്ടിലിറങ്ങി. പരിഭ്രമവും പരവേശവും ഉദയൻ്റെ മുഖത്ത് കണ്ടു. ഒരാശങ്ക ലാലിച്ചനുണ്ടായി. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തിന് അവൾ അവിടെ നിന്ന് പോയി. പരിങ്ങലോടെ ഉദയൻ പറഞ്ഞു. പോയെന്നോ? എങ്ങനെ അവൾക്ക് പുറത്തു കിടക്കാൻ പറ്റും? നീ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അവൾ എന്ത് ചെയ്യുന്നെന്ന് ഞാൻ സീതാരാമനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോയ വിവരം അയാൾ പറഞ്ഞത്. ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് ബംഗ്ലാവിൽ വന്ന ഓട്ടോയിലാണ് അവൾ കയറിപ്പോയത്. ലാലിച്ചൻ്റെ മുഖം ഇരുണ്ടു. ഇനി മാഡത്തെ കാണാൻ വന്നതാണോ എന്ന് ഒരു സംശയം വെച്ചാൽ ഞാൻ ഉടനെ വന്നത്. പിന്നെ അവൾ ഇവിടെ വന്നിരിക്കുക. നീ എന്നതാടാ കരുതിയത്? നീ പറഞ്ഞ അവളങ്ങ് അനുസരിക്കുമെന്നോ? അവൾ ചാടിപ്പോകാതിരിക്കാനാ അവൾക്കൊരപകടവും വരികയില്ലെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തത്. അത്രയെങ്കിലും നീ ചെയ്തോ? അവളെ പുറത്തു വിടരുതെന്ന് വാച്ചറോട് നീ എന്താ പറയാതിരുന്നത്? ലാലിച്ചൻ ജ്വലിച്ചു. ഉദയൻ മുഖം കുനിച്ചു. എവിടെയോ കിടന്ന ഒരു പെണ്ണിൻ്റെ മനസ്സ് പോലും അറിയാതെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പരിഹസിക്കാനാണോ നീ തുനിഞ്ഞത്? എന്നെക്കൊണ്ടൊരു വിഡ്ഢിവേഷം കെട്ടിച്ചത് നീയാ. പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാ പൊറുക്കില്ല ഞാൻ. ലാലിച്ചൻ പല്ലിഞ്ഞിരിച്ചു. ഓട്ടോയിൽ കയറി അത്ര പെട്ടെന്നൊന്നും അവൾക്ക് പുറത്തു കടക്കാനാവില്ല. അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ശവനെയും അൻപിനെയും വിളിച്ച് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. കൂനൂർ അവൾ ചെന്നിറങ്ങിയാൽ അവരവിടെ ഉണ്ടാവും. കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്യാനാ? എനിക്കിനി അവളുടെ ആവശ്യമൊന്നുമില്ല. ലാലിച്ചൻ മുഖം വെട്ടിച്ചു. പെട്ടെന്ന് അവൾക്ക് തോന്നിയ ഒരു വികാരം മാത്രം. ഇവിടെ താമസിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ അവൾ അതിന് തയ്യാറാവും. ലാലിച്ചൻ പുച്ഛിച്ച് ചിരിച്ചു കളഞ്ഞു. ഞാനിപ്പോൾ മറ്റൊരപകടം മനസ്സിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നവൾ നാളെ നിന്റെ നിർബന്ധത്തിന് വഴങ്ങി അതിന് സമ്മതിച്ചെന്നിരിക്കട്ടെ. ലാലിച്ചൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാതെ ഉദയൻ അയാളെ നോക്കി. ഒരു കൊച്ചിനെ വയറ്റിൽ കൊണ്ട് നടന്നിട്ട് പ്രസവം കഴിഞ്ഞവൾ അതിനെ വിട്ടുതരാൻ തയ്യാറല്ലെങ്കിലോ? അവളെപ്പോലൊരു പെണ്ണ് അതുതന്നെ ചെയ്യും. കൊച്ചിൻ്റെ തന്തയാരാണെന്ന ചിന്തയൊന്നും അമ്മയ്ക്കുണ്ടാവുകയില്ല. ചതിയിൽപ്പെട്ടുണ്ടായ കൊച്ചിനെയും ഒരമ്മ വളർത്തുന്നത് പൊന്നുപോലെയാ. അങ്ങനെ സംഭവിച്ചാൽ ഞാനും സെലീനും കുടുങ്ങില്ലേ? ഉദയൻ പകച്ചു നിന്നു. അവൾ സമ്മതം മൂളിയാലും ഞങ്ങൾ തയ്യാറല്ല. അമ്മയും കൊച്ചും തമ്മിലുള്ള ബന്ധം പൊക്കിൾക്കൊടി പോലെ എന്നേക്കുമായി അറുത്തു മാറ്റപ്പെടണം. തലച്ചോറിന് തീ പിടിച്ചതുപോലെയാണ് ഉദയന് തോന്നിയത്. എൻ്റെ ബംഗ്ലാവിൽ നിന്ന് ഭയപ്പെട്ട് ഇറങ്ങിപ്പോയ പെണ്ണ. അവളെ അങ്ങനെ ഇങ്ങ് തനിച്ചു വിടാൻ പാടില്ല. കൂനൂരെത്തുന്നതിന് മുമ്പ് അവളെ തടയണം. അവളുടെ തീരുമാനം എന്നതോ അതുപോലെ ചെയ്. ഞങ്ങൾ ഒഴിവായെന്ന് പറഞ്ഞേക്ക്. നിന്റെ കൂടെ വരാൻ തയ്യാറായ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിക്കോ. അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്. നമ്മൾ തമ്മിൽ ഇനി കാശിന് ഇടപാട് മാത്രമേ ഉള്ളൂ. ലാലിച്ചൻ തുറന്നടിച്ചു. ലാലിച്ച, നിസ്സഹായനായി ഉദയൻ വിളിച്ചു. നോക്കി നിൽക്കാതെ പോടാ. ലാലിച്ചൻ അകത്ത് കയറി വാതിലടച്ചു. അയാൾ സെറ്റിയിൽ ചെന്നിരുന്നു. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം കേട്ടു. ഡ്രസ് ചെയ്ത് സെലീന പുറത്തു വന്നു. മോനിച്ചൻ വന്നോ? കുട്ടികളെ വിളിച്ചുകൊടുത്ത് നമുക്കുടനെ തിരിച്ചു പോകണം. തിരിച്ചു പോകാനോ? എന്നതായി പറയുന്നേ? നീ അവിടെ പോയിട്ട് കാര്യമില്ല. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആര്? അഞ്ജലിയോ? സെലീനയുടെ ഉള്ളിൽ കിടുങ്ങി. അയാൾ അമർത്തി മൂളി. തകർന്ന മട്ടിൽ സെലീന നിന്നു. ആ റാസ്കലിനോട് ഞാൻ പറഞ്ഞതാ എല്ലാ കാര്യങ്ങളും അവളെ അറിയിച്ചിട്ട് വേണം കൊണ്ടുവരാനെന്ന്. എൻ്റെ വാക്കിന് അവർ വില കൽപ്പിച്ചില്ല. ഒരു പാഴ്ജന്മം തന്നെ അവൻ്റേത്. നാണം കെട്ടുപോയതോ ഞാനും. അപമാനം കൊണ്ട് അയാളുടെ മനസ്സിരിഞ്ഞു. സെലീന ദുർബലയായി സെറ്റിയിൽ ഇരുന്നിട്ട് കയ്യിലേക്ക് നെറ്റി ചേർത്ത് മുഖം കുനിച്ചു.
അവനിറങ്ങിയ പിന്നാലെ അവിടെ വന്ന ഓട്ടോയിൽ കയറി അവൾ സ്ഥലം വിട്ടു. പിന്നാലെ അവൻ പാഞ്ഞിട്ടുണ്ട്. എന്നാത്തിനാ ബലം പ്രയോഗിച്ച് അവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്നാ സാധിക്കാനാ? വെറുതെയല്ല അവൻ്റെ ജീവിതം തോൽവിയായത്. 10 വർഷം പ്രേമിച്ചവളുടെ മനസ്സറിയാത്ത കഴുത. അയാൾ കുനിഞ്ഞിരുന്ന സെലീനയെ നോക്കി. അയാൾക്ക് വേദന അനുഭവപ്പെട്ടു. നീ എന്നാത്തിനാ വിഷമിക്കുന്നേ? അവളല്ലെങ്കിൽ മറ്റൊരുത്തി. അങ്ങനെ കരുതിക്കൊണ്ടാ മതി. നമ്മൾ ഊർജിതമായി ഈ വഴിക്ക് ഇറങ്ങാഞ്ഞിട്ടല്ലേ? ഒരുത്തിയെ കണ്ടെത്താനാണോ പ്രയാസം? അതിനിടയ്ക്കല്ലേ അവൻ ചാടി വീണത്? സെലീന മുഖമുയർത്തിയിട്ട് സാരിത്തുമ്പ് കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിന്ന വലിയ മിഴികൾ ഒപ്പി. ഞാനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ പോവില്ലായിരുന്നു. അത് നിന്റെ തോന്നലാ. അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരുപാട് സംഗതികൾ അവൻ ചെയ്തു. വിവാഹത്തിന് മുമ്പ് തന്നെ അവളുടെ സ്ത്രീത്വത്തിന് അവൻ 20 ലക്ഷം രൂപ വിലയിട്ടു. നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല അവളെന്ന് പലവട്ടം ഞാൻ അവനോട് പറഞ്ഞതാണ്. താലി കെട്ടിയാൽ അവൾ തൻ്റെ കൈപ്പിടിയിലാണെന്ന് അവനങ്ങ് വിശ്വസിച്ചു. പമ്പര വിഡ്ഢി. കെട്ടി 3-ാം നാൾ ബന്ധം അവസാനിച്ചില്ലേ? ഉദയൻ എന്നാ പറയുന്നു? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തന്നിച്ച് പോയിക്കൊള്ളണം. വിട്ടുകളയില്ല ഞാൻ അവനെ. അവളിൽ നമുക്കൊരു കുഞ്ഞിനെ ഒരു രാത്രി കൊണ്ട് ഞാൻ ഒരുപാട് കൊതിച്ചു പോയതാ. ബുദ്ധിയും സൗന്ദര്യമുള്ള പെണ്ണ്, എല്ലാ ലക്ഷണവും തികഞ്ഞവൾ. അഞ്ജലിയെപ്പോലൊരു പെണ്ണിനെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഗർഭപാത്രം മാത്രം മതിയോ? അമ്മയാകുന്നവൾക്ക് ഒരു യോഗ്യതയും വേണ്ടേ? പണം മാത്രം മോഹിച്ച് ഒരു സ്ത്രീ മുന്നോട്ട് വന്നാൽ അങ്ങനെ പലതും നമ്മൾ നോക്കണം. നീ മനസ്സ് വേദനിപ്പിക്കാതിരുന്നാൽ മതി. നമ്മൾ അത് നിശ്ചയിച്ചു. ഇനി എന്നതായാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ചെന്ന് പിള്ളേരെ വിളിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്കിറങ്ങാം. അലിവോടെ ലാൽച്ചൻ പറഞ്ഞു. സെലീന എഴുന്നേറ്റ് പോയി. ഇതൊക്കെ കൊണ്ടാണ് അവളൊന്നും അറിയരുതെന്ന് കരുതിയത്. ലാലിച്ചന് കടുത്ത മനസ്താപം തോന്നി. ആൾത്തിരക്കുള്ള റോഡിലേക്ക് ഓട്ടോ കടന്നപ്പോഴാണ് അഞ്ജലിക്ക് ശ്വാസം നേരെ വീണത്. വിജനമായ പ്രദേശങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി തടഞ്ഞു നിർത്താൻ ബലം പ്രയോഗിച്ചാൽ പോലും അയാൾക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാവില്ല. ഓട്ടോ കൂനൂർ ടൗണിലേക്കുള്ള ഇറക്കമിറങ്ങാൻ തുടങ്ങി. ഓട്ടോയിലിരുന്നവൾ ടൗൺ കണ്ടു. മേട്ടുപാളയത്തിന് ബസ് കിട്ടുന്ന ഭാഗത്ത് നിർത്തിയാൽ മതി. അവിടെ ഉദയേട്ടൻ കാത്തു നിൽക്കുന്നത്. മുന്നോട്ട് നീങ്ങിയിരുന്നവൾ ഡ്രൈവറോട് പറഞ്ഞു. അയാൾ തലയാട്ടി. ഓട്ടോ ബസ് സ്റ്റേഷനടുത്തായി നിന്നു. അഞ്ജലി വേഗം ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോ ചാർജൊന്നും അവൾ ചോദിച്ചില്ല. പേഴ്സിൽ നിന്ന് 500 രൂപയെടുത്ത് ഡ്രൈവറുടെ നേരെ നീട്ടി. അയാൾ കൊടുത്ത ബാലൻസ് എത്രയാണെന്ന് നോക്കാതെ അവൾ വാങ്ങി ബാഗിൽ വെച്ചു. ബസ് കാത്ത് 7-8 പേർ നിൽപ്പുണ്ടായിരുന്നു. ചുരിദാറിൻ്റെ ഷോൾ പിടിച്ച് തല മറിച്ചവൾ അവരുടെ പിന്നിൽ മറഞ്ഞു നിന്നു. എത്രയും വേഗം ഒരു ബസ് വന്നാലെങ്കിലെന്ന് പ്രാർത്ഥിച്ചു. ഇതിനകം താൻ സ്ഥലം വിട്ട വിവരം അയാളും ലാലിച്ചനും അറിഞ്ഞിട്ടുണ്ടാവും. ലാലിച്ചൻ്റെ ആളുകളും തന്നെ തിരഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. 10 മിനിറ്റോളം അവൾ അവിടെ നിന്നു. പച്ച ചായമടിച്ച തമിഴ്നാട് ട്രാൻസ്പോർട്ട് വണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. കോയമ്പത്തൂർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അവൾ കണ്ടു. ആൾക്കാർക്കൊപ്പം അഞ്ജലി ബസ്സിൽ കയറി. ആദ്യം കണ്ട സീറ്റിൽ അവൾ ചെന്നിരുന്നു. കണ്ടക്ടർ വിസിലൂതിയപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത മടങ്ങിപ്പോക്കാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് നീലഗിരി കുന്നുകൾ കയറിയത്. സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ഒരു ജീവിതം, സുഖദുഃഖങ്ങൾ പങ്കിട്ടെടുത്ത് നമ്മളെന്ന സ്വാർത്ഥത തൊട്ടു തീണ്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ കൊതിച്ചു. പെണ്ണിന് താലി തരുന്നത് ഒരു പുരുഷൻ്റെ സംരക്ഷണമാണ്. അവൻ്റെ കൂടെ ലോകത്തിൻ്റെ ഏതു കോണിലും അവൾക്ക് നിർഭയം യാത്ര ചെയ്യാം. ആ വിശ്വാസത്തിനാണ് വിള്ളൽ വീണിരിക്കുന്നത്. സ്വന്തം ഇച്ഛ ഉള്ളിലൊളിപ്പിച്ച് വെച്ച് പുരുഷൻ പെണ്ണിന് മുന്നിൽ നിൽക്കൂ. അവന് വേണ്ടത് ചോദിക്കാതെ കവർന്നെടുക്കും, അടിച്ചേൽപ്പിക്കും. ലാലിച്ചൻ കയറി വന്നിരുന്നെങ്കിൽ ആ രാത്രി വിലപ്പെട്ടതെന്നും താൻ വിശ്വസിക്കുന്നതൊക്കെ അയാൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നേനെ. എല്ലാ അർത്ഥത്തിലും തന്നെ കീഴടക്കിയിട്ടേ അയാൾ ആവശ്യം തൻ്റെ മുന്നിൽ അവതരിപ്പിക്കൂ. ചിലപ്പോൾ ദിവസങ്ങളെടുത്തെന്നും വരും അത് പറയാൻ. ദിവസവും ലാലിച്ചൻ്റെ ഗൃഹസന്ദർശനം, സെലീന മാഡത്തിൻ്റെ വേദനകൾ, അതിലൂടെ അയാൾക്ക് വിഷയത്തിലെത്താം. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ആത്മാഭിമാനം വ്രണപ്പെട്ടുള്ള തിരിച്ചുപോക്ക് ആയേനെ. നന്ദി പറയേണ്ടതെല്ലാം ലാലിച്ചനോടാണ്. അയാൾ ചിന്തിച്ചത് മറ്റൊന്നാവും. ഉദയൻ തന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് ഭ്രൂണം തൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. 1-2 70 ലക്ഷമാണ് അതിനുള്ള പ്രതിഫലം. കുഞ്ഞിനെ പ്രസവിച്ച് കൈമാറിയിട്ട് മതി ഹണിമൂണും ദാമ്പത്യ ജീവിതമൊക്കെ. ഒരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ ചെന്ന് കയറാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അയാൾ വിളിച്ച വിവരം പറയും.
ഇതൊരു കൂട്ടുകച്ചവടമാണല്ലോ. മകളെ വിൽപ്പനയ്ക്ക് വെച്ച അച്ഛനും പിന്നെ ഒരു കൂടപ്പിറപ്പും. അവളുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു. അഞ്ജലി പുറത്തേക്ക് നോക്കിയിരുന്നു. ബസ് ഹെയർപിൻ വളവ് ഇറങ്ങാൻ തുടങ്ങി. കറൻസി കവല പിന്നിടുന്നതുവരെ ഉദയൻ ഒരു ഓട്ടോയും പോലും ഓവർടേക്ക് ചെയ്തില്ല. നല്ല വേഗത്തിലാണ് അയാൾ വണ്ടി ഓടിച്ചത്. ശെൽവനും അൻപും ഇപ്പോൾ കൂനൂരെത്തിയിട്ടുണ്ടാവും. അഞ്ജലിയുടെ ഫോട്ടോ അൻപിൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചിരുന്നു. സീറ്റിൽ കിടന്ന സെല്ലെടുത്ത് അയാൾ അഞ്ജലിയുടെ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു. ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ കൂനൂര് വിട്ടിട്ടില്ല. എങ്കിൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തേനെ. കൂനൂരിനും കറൻസിക്കും ഇടയിലാണ് അവളിപ്പോൾ. കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. ലാലിച്ചൻ പിന്മാറിയ കാര്യം പറഞ്ഞാൽ അവൾ വിശ്വസിക്കാൻ തോന്നില്ല. ബലപ്രയോഗം തന്നെ വേണ്ടിവരും. സെൽ റിങ് ചെയ്തപ്പോൾ അയാൾ ഫോൺ എടുത്തു. അപ്പുവിൻ്റെ കോളാണ്. ഇത് 3-ാം തവണയാണ് അവൻ വിളിക്കുന്നത്. ഉദയൻ കോൾ കട്ട് ചെയ്തു. ബെഡ്ഫോർഡിലുള്ള ടാക്സി ഡ്രൈവർ ചന്ദ്രമൗലിയുടെ കാര്യം ഉദയൻ ഓർത്തു. ബെഡ്ഫോർഡിൽ വച്ചെങ്കിലും അവളെ തടയണം. അയാൾ ചന്ദ്രമൗലിയുടെ നമ്പർ കോൺടാക്ട് ലിസ്റ്റിൽ തിരയാൻ തുടങ്ങി. റോഡിലേക്ക് ഒന്ന് പാളി നോക്കിയിട്ട് വലത് കൈകൊണ്ട് അയാൾ സ്റ്റിയറിങ്ങിൽ പിടിച്ച് വളവ് തിരിച്ചു. എതിരെ ഒരു സ്കോർപിയോ പാഞ്ഞു വരുന്നത് മിന്നായം പോലെ ഉദയൻ കണ്ടു. ഫോൺ കൈവിട്ട് അയാൾ ഇന്നോവ വെട്ടിത്തിരിച്ചതും സ്കോർപിയോയുമായി കൂട്ടിയിടിച്ചതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. ഉഗ്രശബ്ദവും എന്തൊക്കെയോ നെഞ്ചിലേക്ക് ഞെരിഞ്ഞമരുന്നത് മാത്രമേ ഉദയൻ അറിഞ്ഞുള്ളൂ. ഇന്നോവയുടെ പിൻഭാഗം ഇടതുവശത്തെ സിമന്റ് തട്ട് തകർത്ത് താഴെയുള്ള കൊക്കയിലേക്ക് ചെരിഞ്ഞു. പിന്നിൽ വന്ന വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി വന്നു. കാട്ടുചെടികളെ ഞെരിച്ച് കരണം മറഞ്ഞു പോകുന്ന കാർ അവർ കണ്ടു. പിന്നെ ആ വണ്ടി അവരുടെ കണ്ണിൽ നിന്ന് പാടെ മറഞ്ഞു. അധ്യായം 10. ബാഗുകളെടുത്ത് മോനിച്ചൻ കാറിൽ കൊണ്ടുവച്ചു. ലാലിച്ചനും സെലിനയും കുട്ടികളും ഇറങ്ങി വരുന്നതും കാത്ത് അവൻ നിന്നു. സെൽഫോൺ റിങ് ചെയ്തപ്പോൾ മോനിച്ചൻ ഫോൺ എടുത്തു. ട്രക്ക് ഡ്രൈവർ അൻപിൻ്റെ കോളായിരുന്നു. ആ ചൊല്ലുങ്ക. മറുവശത്ത് നിന്ന് കേട്ട വാക്കുകൾ മോനിച്ചനെ ഞെട്ടിച്ചു. അവൻ തിരിച്ചു നോക്കുമ്പോൾ ലാലിച്ചൻ പുറത്തിറങ്ങി വരുന്നുണ്ടായിരുന്നു. സെല്ലുമായി മോനിച്ചൻ ഓടിച്ചെന്നു. ഡ്രൈവർ അൻപ് വിളിച്ചൊരു കാര്യം പറഞ്ഞു. ഉദയൻ സാറ് പോയ വണ്ടി ഒരു സ്കോർപിയോയുമായി കൂട്ടിയിടിച്ചു. ഫോറസ്റ്റ് ഏരിയയിലെ കൊക്കയിലേക്ക് വണ്ടി മറിഞ്ഞു. മൈ ഗോഡ്, നമ്മുടെ വണ്ടിയാണെന്ന് ഉറപ്പാണോ? ലാലിച്ചന് വിശ്വസിക്കാനായില്ല. അൻപ് സ്ഥലത്തുണ്ട്. ഉദയൻ സാറിനെ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആള് തീർന്നു പോയെന്ന അൻപ് പറഞ്ഞത്. കരണം മറിഞ്ഞൊരു മരത്തിൻ്റെ തടഞ്ഞ വണ്ടി നിൽക്കുന്നത്. ലാലിച്ചൻ നടുക്കം കൊണ്ട് നിന്നു. അവളുടെ പിന്നാലെ അവൻ ഭ്രാന്തെടുത്ത് പാഞ്ഞതാണ്. ചെന്ന് കയറിയത് മരണത്തിലും. സെലിനയും കുട്ടികളും പുറത്തിറങ്ങി. സെലിന വീട് ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലാലിച്ചൻ വേഗം അങ്ങോട്ട് ചെന്നു. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നില്ല. നീ കുട്ടികളെയും കൂട്ടി അകത്തു പോ. എന്നതായി ചായ? ഉദയൻ പോയ കാർ അപകടത്തിൽപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോകുക. മോനിച്ചനാ, വണ്ടിയെടുക്ക്. ലാലിച്ചൻ ധൃതിയിൽ ചെന്ന് കാറിൽ കയറി. എന്താണ് സംഭവിച്ചതെന്ന് സെലിനയ്ക്ക് ചോദിക്കാനുള്ള സമയം ലാലിച്ചൻ കൊടുത്തില്ല. അവർ സംഭവ സ്ഥലത്തെത്തുമ്പോൾ റോഡ് ബ്ലോക്കായി കഴിഞ്ഞിരുന്നു. കാറിൽ നിന്നിറങ്ങി ലാലിച്ചൻ 100 മീറ്ററോളം നടന്നു ചെന്നു. റോഡിൻ്റെ അരികിൽ ആളുകൾ താഴേക്ക് നോക്കി കൂടി നിൽക്കുകയാണ്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ക്ലേശപ്പെട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. റോഡിൻ്റെ വലതുഭാഗത്ത് ഇടിച്ചു തകർന്ന സ്കോർപിയോ വെട്ടിപ്പൊളിഞ്ഞ നിലയിൽ കിടപ്പുണ്ട്. ഒരു ആംബുലൻസ് തയ്യാറായി നിൽപ്പുണ്ട്. ലാൽച്ചൻ ഉന്നി താഴേക്ക് നോക്കി. ആരൊക്കെയോ ചേർന്ന് ഒരു ശരീരം താങ്ങി ബന്ധപ്പെട്ട് കാട്ടുചെടിയിൽ പിടിച്ചു തൂങ്ങി മുകളിലേക്ക് വരികയാണ്. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ അൻപിനെയും ശെൽവനെയും കണ്ടു. പോലീസുകാർ വന്ന് ആളുകളെ തള്ളി മാറ്റി. തള്ളി നില്ലുങ്ക. ലാൽച്ചൻ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെന്നു. സർ, ഞാൻ ലാൽച്ചൻ, ഗ്രീൻ വാലി എസ്റ്റേറ്റിൻ്റെ ഓണറാ. എൻ്റെ ജോലിക്കാരനാ ആക്സിഡൻ്റ് ആയത്. വാങ്ക സാർ. ഇൻസ്പെക്ടർ ലാലിച്ചനെ കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. പിന്നെയും കുറേ സമയമെടുത്തു ഉദയനെ മുകളിലെത്തിക്കാൻ. റോഡിലെത്തിയതും ചലനമറ്റ ഉദയൻ്റെ ശരീരം സ്ട്രെച്ചറിൽ കിടത്തി. ഒറ്റ നോട്ടത്തിൽ അതൊരു മൃതശരീരം പോലെ ലാലിച്ചന് തോന്നി. ഉടനെ ഏതാനും പേർ ചേർന്ന് സ്ട്രെച്ചറെടുത്ത് ആംബുലൻസിൽ കയറ്റി. നിങ്ങൾ കൂടെ ചെല്ല്, പിന്നാലെ ഞാൻ വരാം, അൻപനോടും ശെൽവനോടും ലാലിച്ചൻ പറഞ്ഞു. അവർ ആംബുലൻസിൽ കയറിയപ്പോൾ ലാലിച്ചൻ ഡ്രൈവറുടെ അടുത്തെത്തി. കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റൽ, പിന്നാലെ ഞാനുണ്ട്, അങ്ങോട്ട് തന്നെ വിട്ടോ. അലാം മുഴങ്ങി. ആംബുലൻസ് പാഞ്ഞുപോയി. പോലീസുകാർ ഏറെ പണിപ്പെട്ടാണ് ലാലിച്ചൻ്റെ കാർ കടത്തിവിട്ടത്. മരിച്ചോ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നൊന്നും ലാലിച്ചന് നിശ്ചയമില്ലായിരുന്നു.
അയാളുടെ മനസ്സിൽ ആകെ ഒരു മരവിപ്പായിരുന്നു. വൈകുന്നേരമാണ് അഞ്ജലി കോഴിക്കോട് ബസ് ഇറങ്ങിയത്. കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട് ബസ്സിലാണ് അവൾ വന്നത്. ഇനി എങ്ങോട്ട് പോകുമെന്ന് ചിന്തയിലായിരുന്നു അവൾ. വീട്ടിലേക്ക് ചെന്ന് കയറാനുള്ള മനസ്സ് യാത്രക്കിടയിൽ അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ലൈലയെ ഒന്ന് വിളിച്ചാലോ എന്ന ചിന്തയിൽ അവൾ നിന്നു. ഇനി തനിക്ക് നോക്കാൻ ആരുമില്ല. കുറച്ച് ദിവസം അവളുടെ കൂടെ ചെന്ന് നിൽക്കണം. അതിനിടയിൽ ഒരു ജോലി കണ്ടെത്തണം. തോൽക്കില്ലെന്നൊരു വാശി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ലൈലയോ ബാപ്പയോ ഒരിക്കലും തന്നെ തള്ളിക്കളയില്ല. അഞ്ജലി ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു. അവൾ ലൈലയുടെ നമ്പർ എടുത്തതും സെൽ റിംഗ് ചെയ്തു. അപ്പുവിൻ്റെ മുഖമാണ് ഡിസ്പ്ലേയിൽ തെളിഞ്ഞത്. അഞ്ജലിക്ക് കരച്ചിൽ വന്നു. അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ്റെ കോൾ കട്ട് ചെയ്ത് കളയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അഞ്ജലി കോൾ എടുത്തു. മോനെ. ഈശ്വര, കൊച്ചേച്ചിയെ കിട്ടിയല്ലോ. എൻ്റെ കൊച്ചേച്ചി ഇപ്പോൾ എവിടെയാ? അവൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും ശബ്ദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കട്ട് ചെയ്യില്ലേ? എന്നോട് എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേച്ചി. എന്നെ നിങ്ങളാരും അന്വേഷിക്കണ്ട, എനിക്കാരുമില്ല. ഗദ്ഗതത്തോടെ ഒച്ചയടക്കി അവൾ പറഞ്ഞു. കൊച്ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ സതീഷിനെയും ഉദയനെയും കൊന്നിട്ട് ചാവും. മരിച്ചുപോയ അമ്മയാണ് സത്യം. അഞ്ജലിയിൽ നിന്ന് വാക്കുകളൊന്നും പുറത്തു വന്നില്ല. കൊച്ചേച്ചി എവിടെയുണ്ടെന്ന് പറ. ഞാനൊരു തെറ്റും കൊച്ചേച്ചിയോട് ചെയ്തിട്ടില്ല. എന്തോ വലിയ ചതി നടന്നിട്ടുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. ആരും എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ വിളിച്ചിട്ട് ഉദയൻ ഫോൺ എടുക്കുന്നില്ല. ഊട്ടിക്ക് വരാനിറങ്ങിയതാ ഞാൻ. അവൻ കരയുകയായിരുന്നു. എനിക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ല. അതിനു മുമ്പ് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. നോവൽ തുടരും.